ഒരു മുഅ്മിനെ സംബന്ധിച്ച് ഉദ്ഹിയ്യത്ത് കർമ്മം വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിയുന്ന എല്ലാവരും കഴിവിൻ്റെ പരമാവധി ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ട ശക്തിയായ സുന്നത്തുള്ള ഒരു കർമ്മമാണ് ബലികർമ്മം എന്നുള്ളത്. ആ ഒരു കർമ്മത്തിലൂടെ അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹത്തിന് നാം ശുക്ർ ചെയ്യുകയാണ്, സ്വർഗത്തിൽ പ്രവേശിക്കാൻ കാരണമാവുകയാണ്, സ്വർഗത്തിലേക്കുള്ള ഒരു വാഹനം നാം തയ്യാർ ചെയ്യുകയാണ്. ആ ഒരു ബലികർമ്മം നടത്തിയ ആ മൃഗത്തിന് നാം സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള അവസരവും കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു ചര്യ നാം പിന്തുടരുകയും ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും നാം അനുസ്മരിക്കുകയാണ്. ഇങ്ങനെ ഒട്ടനവധി ഗുണങ്ങളുള്ള ഒരു മഹത്തായ കർമ്മമാണ് വരാൻ പോകുന്നത്. കഴിവിന്റെ പരമാവധി എല്ലാവരും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. കഴിയുന്ന ആളുകളൊക്കെ നല്ല മുന്തിയ വലിപ്പമുള്ളതൊക്കെ അറുക്കാൻ വേണ്ടി ശ്രമിക്കുക. എങ്കിലും ഒരാടാകുമ്പോൾ ഒരു ആട്, മാട് അല്ലെ പോത്തുവർഗം അല്ലെങ്കിൽ പശുവർഗം ഇതിനെ 2 വയസ്സ് തികഞ്ഞിരിക്കണം. നമ്മുടെ നാട്ടിലുള്ള ആടുകളൊക്കെ ആണെങ്കിൽ 2 വയസ്സ് തികഞ്ഞിരിക്കണം. അപ്പോൾ ഈ 2 വയസ്സുള്ള ആട് അല്ലെങ്കിൽ 2 വയസ്സുള്ള മാട്, പശു, പിന്നെ പശുവർഗത്തിൽപ്പെട്ട ഏതും നമുക്ക് അറക്കാം. നമ്മുടെ സാധാരണ നാട്ടിലൊക്കെ അറക്കുക എന്താ കാളയും അതുപോലെ തന്നെ പിന്നെ പോത്തൊക്കെ ആണല്ലോ. ഈ അറുക്കുന്നത് അതിന് 2 വയസ്സ് തികഞ്ഞിരിക്കും. നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ നമ്മൾ അറക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നാൽ പോലും വലിയ മുന്തിയ വില ഉള്ളത് അറുത്തുകൊണ്ട് പലർക്കും പ്രയാസം വരുന്നുണ്ട്. അപ്പം അങ്ങനെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു 2 വയസ്സ് തികഞ്ഞിരിക്കണം. ഒരു ആടിനെ അറുക്കാൻ കഴിയുന്ന ഒരു ആടിനെ അറക്കുക, അല്ല ഒരു പോത്തിനെ അറക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒരു പോത്തിനെ അറക്കുക, അല്ലെങ്കിൽ ഒരു ആടിനെ അറക്കുക. അതിനും കഴിയുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒരു ഷെയറൊക്കെ കൂടുക. ഈ ഷെയർ കൂടുമ്പോൾ വലിയ വിലയുള്ള പോത്ത് വാങ്ങണം എന്ന് നിർബന്ധമൊന്നുമില്ല. 2 വയസ്സ് തികഞ്ഞാൽ മതി. ഒരു 10-35 റുപ്യേൻ്റെ ഒരു പോത്തൊക്കെ കിട്ടുകയാണെങ്കിൽ അതാണ് നല്ലത് നമ്മളെ കൊണ്ടാവുന്ന രൂപത്തിൽ. വയസ്സുള്ളവർ എന്ത് ചെയ്യുക, അതിനനുസരിച്ച് മുന്തിയതൊക്കെ എന്ത് ചെയ്യുക, വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഒരുപാട് ആളുകൾക്ക് അതിൻ്റെ മാംസം ലഭിക്കുകയാണ്. അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റുന്നവരൊക്കെ അങ്ങനെ ചെയ്യാം. അതിന് കഴിയാത്തവരെന്ത് ചെയ്യാം, പിന്നെ പലരും ഇന്ന് ഷെയറൊക്കെ കൂടുമ്പം പിന്നെ 10-12,000 റുപ്യ അല്ലെങ്കിൽ 15,000 റുപ്യ ഷെയറൊക്കെ കൂടിയിട്ട് ഒരു പോത്തിനെ വാങ്ങിയതാണെങ്കിൽ 1,00,000-ന്റെ മേലൊക്കെ ചിലപ്പം കടന്നു പോകും. അപ്പോൾ അതൊക്കെ ചിലപ്പം ചില ആൾക്ക് പ്രയാസമുണ്ട്. അപ്പം അങ്ങനെയൊന്നും പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. ഉള്ളതിനനുസരിച്ച് എന്ത് ചെയ്യുക, അറക്കാൻ വേണ്ടി ശ്രമിക്കുക. 2 വയസ്സ് എത്തിയിരിക്കണം എന്ന് മാത്രം അല്ല, അതിൻ്റെതായ ക്വാളിറ്റിയൊക്കെ ഉള്ള നല്ലൊരു പോത്ത് അല്ലെങ്കിൽ ഒരു ആട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈ മാട് വർഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് അറുക്കുക. അള്ളാഹു തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അറുക്കുന്നവരൊക്കെ എന്ത് ശ്രദ്ധിക്കുക, ദുൽഹിജ്ജ 1 മുതൽ അറുക്കുന്നത് വരെ എന്ത് ചെയ്യുക, നഖം മുടി പോലത്തതൊക്കെ എന്ത് ചെയ്യുക, നീക്കം ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിന് മുമ്പ് തന്നെ കഴിഞ്ഞാലും 1-2 ദിവസം ഉണ്ടല്ലോ, ഈ ഉള്ള ദിവസത്തിൽ എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക, നീക്കിയിട്ട് അതിന് വേണ്ടി നമ്മൾ ഒരുങ്ങി തയ്യാറായിട്ട് നിൽക്കുക. കാരണം ഇതൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമാണ്. ഈ ശരീരത്തിൻ്റെ ഭാഗം ഈ അറുക്കുന്ന സമയത്തും അത് ഭാഗമാവുക എന്നുള്ളത് അതിൻ്റെ ആ ഒരു കൂലി ആ ഒരു ഭാഗത്തിനും കൂടി കിട്ടുമ്പോൾ നാളെ സുഖലോക സ്വർഗീയ ലോകത്തേക്ക് എത്തുമ്പോൾ അതിനൊക്കെ ഒരു കാരണമാകും.